മറ്റു മൃഗങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടില്ല, അവരത് എക്സ്പ്രസ് ചെയ്ത് തീർക്കും. അതാണ് ഞാനത് പറയുന്നത്. ഞാനൊരു സാധാരണഗതിയിൽ ആൾക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഒരു ആന ഒരു ഗ്രാമത്തിലോട്ട് വരുന്ന പട്ടി കുരയ്ക്കാൻ തുടങ്ങും. ആനയെ മുന്നേ വരുമ്പോഴത്തേന് ഇത് മരിക്കാൻ പോകുന്ന, കാരണം ഇത്രയും വലിയൊരു സാധനത്തിന് ഒന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് പട്ടി ചത്തുപോകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് ആന ഇങ്ങനെ നോക്കിയിട്ട് ഈ പേട്ടുപട്ടിയെ കണ്ടാൽ എൻ്റെ പാട്ടിന് അതങ്ങ് പോകത്തില്ല, തിരിച്ച് അതങ്ങ് പോകും. പക്ഷെ പട്ടി അവിടെ ഇരുന്ന് കുരച്ചോണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ നമ്മൾ ഇതിനൊന്നും മിണ്ടാതിരിക്കരുത് ഇതെന്ന്. പക്ഷെ പട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പേടിച്ച് ചാകുന്ന ഇഷ്ടംപോലെ കെമിസ്ട്രി ഉണ്ടായി. അത് മുഴുവനും കൂടെ അതിങ്ങനെ ഇത് ശരീരത്തു നിന്ന് പോകുന്നത് വരെ അത് ബൈ 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 ഇത് നമ്മൾ ഒരു കാര്യമില്ലാതെ കുത്തിയിരുന്ന് ചെയ്തോണ്ടിരിക്കുകയാണ്. പേടിച്ചു പോയി എന്നുള്ളതാണ്. അവരത് മുഴുവൻ തീർത്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. മനുഷ്യർക്ക് ഇത് ഇങ്ങനെ പറയാനൊക്കത്തില്ല. പരമാവധി നമുക്ക് പറ്റുന്നത് വല്ല കുളിമുറിയിലൊക്കെ പോയിട്ടാണ് നമ്മൾ വല്ലതും പറയുന്നത്. പണ്ടേ പറയത്തില്ലേ, മഴയുണ്ടെങ്കിൽ കരയാൻ പറ്റുമെന്ന് ചാപ്ലിൻ പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ ഷവറിന്റെ കീഴിൽ നിന്ന് കരയുക എന്നുള്ളതാണ് മനുഷ്യർക്ക് പറ്റുന്നത്. അപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതായി പോയിട്ടുണ്ടാകുന്ന വലിയ ഒരു രോഗത്തിന്റെ ലോകം നമ്മളിലുണ്ട്. ഈ മെന്റൽ ലൈഫ് ക്രൈസിസ് മുഴുവനും നമുക്കുണ്ടാകുന്നത്. നമ്മൾ വളരെ സിവിലൈസ്ഡ് ആയിട്ട് പെരുമാറാൻ പഠിക്കുന്ന ഓരോ സാധനവും നമ്മുടെ സ്വാഭാവികമായി നമ്മളിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിച്ച് ഇല്ല എന്ന് കാണിച്ച് നല്ല ചിരിയോടെ നിൽക്കത്തില്ലേ സാറ് പറയുമ്പോഴൊക്കെ. ഇത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതായി പോയിട്ടുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഏരിയ മുഴുവൻ. അടിമയായി തുടങ്ങുമ്പോൾ തൊട്ട് ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് മുഴുവൻ സമയത്തും നമ്മളിത് അനുഭവിക്കേണ്ടി വരും. ഈ ക്രോണിക് സ്ട്രെസ്സാണ് നമ്മുടെ പ്രശ്നമായിട്ട് മാറുകയും ഈ വയറിനകത്തുള്ള പ്രശ്നങ്ങൾ, നടുവേദന, മാറാത്ത തലവേദന, കണ്ണ് കാണായി വരുന്നത്, ഈ ബ്ലഡ് പ്രഷർ കൂടുക, ഇതെല്ലാം വരുന്ന ഈ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ സിസ്റ്റം മാറ്റുന്നതിനെ പറ്റി ചർച്ചയില്ല. ഇപ്പം ജനാധിപത്യപരമായി പെരുമാറുന്ന ഒരു സമൂഹ രൂപീകരണം കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ട്രെസ് അനുഭവിക്കത്തില്ല. ഇത് സ്വതന്ത്രമായ പൗരന്മാരാണ്, തന്നെത്താൻ തീരുമാനം എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും പഴയ കൂട്ടിനകത്തേക്ക് കയറ്റുകയും കൂടെ ചെയ്യുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം കൂടും. ഇതിൻ്റെ മുഴുവൻ സ്ട്രെസ് റിലീവറിൻ്റെ സ്ഥലത്താണ്